കായിക ജീവിതത്തിലെ വിജയങ്ങൾക്ക് പിന്നിലെ ആത്മീയ രഹസ്യം വെളിപ്പെടുത്തി ലോകപ്രശസ്ത നീന്തൽ താരം ആദം പീറ്റി. മത്സരങ്ങൾക്ക് മുമ്പുള്ള തന്റെ തയ്യാറെടുപ്പുകളിൽ ബൈബിൾ വായന പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പങ്കുവച്ചത്. ലണ്ടൻ അക്യൂട്ടീസ് സെന്ററിൽ നടന്ന ബ്രിട്ടീഷ് ചാമ്പ്യൻഷിപ്പിൽ 50 മീറ്റർ, 100 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്ക് വിഭാഗങ്ങളിൽ കിരീടം തിരിച്ചുപിടിച്ചതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ബൈബിൾ വായിച്ചതിനു ശേഷമാണ് മത്സരത്തിനായി പോകുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഇതാണ് തന്റെ സന്തോഷകരമായ ദിനങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. മത്സരത്തിന് മുൻപ് ബൈബിൾ വായിക്കുന്നത് തനിക്ക് അസാമാന്യമായ ഏകാഗ്രതയും സമാധാനവും നൽകുന്നുണ്ടെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ടോക്കിയോ ഒളിമ്പിക്സിന് ശേഷം ആദം പീറ്റി കടന്നുപോയത് തന്റെ ജീവിതത്തിലെ ഏറ്റവും കടുത്ത പ്രതിസന്ധികളിലൂടെയായിരുന്നു. വിഷാദരോഗവും മദ്യാസക്തിയും അദ്ദേഹത്തെ കായിക രംഗത്ത് നിന്ന് മാസങ്ങളോളം മാറ്റി നിർത്തി. ഈ ഇരുണ്ട കാലഘട്ടത്തിലാണ് അദ്ദേഹം ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. മനുഷ്യശക്തിക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന തിരിച്ചറിവാണ് തന്നെ മത്സരങ്ങളിലേക്ക് തിരികെ എത്തിച്ചതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 26-ാം വാക്യം, മനുഷ്യന് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന വചനമാണ് വിജയത്തിന് ശേഷം സോഷ്യൽ മീഡിയയിലൂടെ ആദം പീറ്റി പങ്കുവച്ചത്. താൻ നേരിട്ട മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ സഭാ കൂട്ടായ്മകൾ തന്നെ വലിയ രീതിയിൽ സഹായിച്ചതായി അദ്ദേഹം പറഞ്ഞു. ഏകാന്തതയും പരാജയഭീതിയും വേട്ടയാടുമ്പോൾ ബൈബിളിലെ വചനങ്ങൾ തനിക്ക് പുതിയ ഊർജം നൽകുന്നു. വെറുമൊരു ക്രിസ്തു വിശ്വാസി എന്നതിലുപരി വചനം തന്റെ പ്രായോഗിക ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ആത്മീയ കരുത്തിൽ മത്സരത്തിനിറങ്ങിയ ആദം ഈ വർഷത്തെ ലോക റാങ്കിങ്ങിൽ 2 ഇനങ്ങളിലും 2ാം സ്ഥാനത്തെത്തിക്കഴിഞ്ഞു. 31-ാം വയസ്സിലും യുവാക്കളെ വെല്ലുന്ന വേഗതയിൽ അദ്ദേഹം കുതിക്കുന്നത് കാണുമ്പോൾ ആ വേഗതയ്ക്ക് പിന്നിൽ ആത്മീയമായ ശക്തിയുണ്ടെന്ന് കായിക നിരീക്ഷകരും സമ്മതിക്കുന്നു. ഈ വരുന്ന യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിലും കോമൺവെൽത്ത് ഗെയിംസിലും ആദം പീറ്റിയിൽ നിന്ന് ലോകം പ്രതീക്ഷിക്കുന്നത് പുതിയ റെക്കോർഡുകളാണ്. തന്റെ ബൈബിളും കൈകളിലേന്തി ആദം പീറ്റി വീണ്ടും മത്സരങ്ങൾക്കായി തയ്യാറെടുക്കുകയാണ്.